ഒടുവിൽ വാഗ്ദാന പൂർത്തീകരണത്തിന് സമയമായപ്പോൾ തിരുവെഴുത്ത് ഇപ്രകാരം പറയുന്നു: 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നാസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളെ അഭിവാദ്യം ചെയ്തു പറഞ്ഞു: ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി. ഈ വചനം കേട്ട് അവൾ അത്യധികം അസ്വസ്ഥതയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു: മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് നീ യേശു എന്ന് പേരിടും. പതച്ചുപോയ മറിയം ഒന്നേ ചോദിച്ചുള്ളൂ: ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ പറഞ്ഞു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. മറിയം മറുപടി പറഞ്ഞു: ഇതാ കർത്താവിന്റെ ദാസി. ആ വിധേയ സമയത്തിൽ വചനം മാംസം ധരിച്ചു. രക്ഷകൻ മനുഷ്യനായി അവതരിക്കുവാൻ മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവപ്പെട്ടു. പിന്നീട് ദൈവം തന്റെ ദൂതനെ മറിയവുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫിന്റെ അടുക്കലേക്ക് അയച്ചു. അറിഞ്ഞിരുന്ന ജോസഫ് നീതിമാനാധികാരം മറിയത്തെ അപമാനിതയായി കാണുവാൻ ഇഷ്ടപ്പെടായികയാണ്. പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടി എന്നർത്ഥം വരുന്ന ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന പ്രവാചക വാക്യം പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് ദൈവത്തിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. ഈ ലോകത്ത് ആദ്യം വിശ്വസിക്കുന്ന ആ രണ്ടുപേർ, അത് ജോസഫും മറിയവുമാണ്. അവരാകട്ടെ അവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മംഗളവാർത്താ സമയത്ത് ദൂതൻ പറഞ്ഞതനുസരിച്ച് യൂദയായിലെ മലയാള പട്ടണത്തിലൊന്നിൽ താമസിക്കുന്ന തന്റെ ഇളയമ്മയായ എലിസബത്തിനെ കാണാൻ മറിയം പോകുന്നു. മറിയത്തെ കണ്ട് എലിസബത്തിൽ വലിയ സന്തോഷമുണ്ടായി. ദൈവകൃപയുടെ സാന്നിധ്യം. എലിസബത്ത് പറഞ്ഞു: നിന്നെ കണ്ട മാത്രയിൽ എന്റെ ഉദരത്തിൽ വളരുന്ന ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടുന്നു. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീത. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്തു വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെയുണ്ട്? മറിയത്തിന്റെ ഗർഭാവസ്ഥയുടെ ആദ്യ മാസങ്ങൾ അവിടെയായിരുന്നു. എലിസബത്തിന് തുണയായി ശുശ്രൂഷ ചെയ്തുകൊണ്ട് മാസങ്ങൾ കടന്നുപോയി. അഗസ്റ്റസ് സീസർ കൽപ്പന പുറപ്പെടുവിച്ചു. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനാകിയാൽ പേരെടുക്കാനായി ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് പൂർണ്ണ ഗർഭിണിയായിരുന്ന മറിയവുമായി യാത്രയായി. അവർ ബേത്ലഹേമിൽ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു.
സത്രമായ സത്രങ്ങളും സാധ്യതകളും തിരഞ്ഞെടുക്കും. ആ വിഷമഘട്ടത്തിൽ താമസിക്കുവാൻ അവൾക്ക് ഒരിടം കിട്ടിയില്ല. ഒടുവിൽ മനസ്സറിവുണ്ടാകുന്ന ഒരു സത്രക്കാരൻ തന്റെ വീടിന് പുറകിലെ കാലിത്തൊഴുത്തിൽ ഇടം നൽകുന്നു. അവിടെ മറിയം തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. ജോസഫ് കുഞ്ഞിനെ കിടത്തുവാൻ പുൽത്തൊട്ടിലിൽ ഒരിടം ഉണ്ടാക്കി. പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ അതിൽ കിടത്തി. മാലാഖമാരും ദൂതരും സന്തോഷിച്ചു.